ഹലോ ഗായ്സ്, എൻ്റെ ഒരു വാട്ട കിച്ചണിൻ്റെ കണ്ടാലോ നമുക്ക്. ഇന്നലെ നൈറ്റ് ഒരു പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നപ്പം നമ്മളെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ മോർണിംഗ് തന്നെ അത് ചൂടാക്കി കഴിച്ചു. അതിനുശേഷം മഞ്ഞ ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മഞ്ഞ ജിലേബിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം എനിക്കറിയാം ഇതൊക്കെ കഴിക്കാണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ട് റെഡിയായി കഴിക്കാതിരുന്നതാണ്. ഇല്ലെങ്കിൽ എനിക്ക് ടൈമൊന്നും കിട്ടാറില്ല മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ മോർണിംഗിൽ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ നേരെ കോളേജിൽ പോയി. അതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആ ഒരു ടൈം ആയപ്പോഴാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത്. ദോശയും അതേപോലെ തന്നെ പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. ഞാൻ ദോശയും ചമ്മന്തിയും ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ 2 കട്ട്ലറ്റും സമോസയും അതേപോലെ തന്നെ കോൾഡ് ബൂസ്റ്റാണിത്. നല്ല ചൂടാണ് ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നൊരു കൂളായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രിങ്കാണ് ഇപ്പോൾ കഴിക്കാറ്. പിന്നെ ഒരു ചെറിയൊരു മിഠായിയും കഴിച്ചു. തേൻ മിഠായി അല്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ളൊരു മിഠായിയാണ് കേട്ടോ. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് ഒരു സിപ്പപ്പും കൂടി കഴിച്ചിട്ട് വീട്ടിലെത്തി ഒന്ന് മേലൊക്കെ കഴുകിയതിന് ശേഷം ഡോണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പിങ്ക് കളർ ഡോണ്ട് ഞാൻ കഴിക്കുന്നത്. അപ്പം അത് ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഡോണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡോണ്ട്. ഞാൻ ഒരു ടൈമിൽ ഈവനിങ്ങിൽ മിക്ക ദിവസം ഡോണ്ട് കഴിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഡോണ്ട് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണോ എന്താ അറിയില്ല. ഡോണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ മൈസൂർ പാർക്കും വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പം അത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മൈസൂർ പാർക്കിൻ്റെ വലിയൊരു ഫാനല്ല, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. ഭയങ്കര മധുരം അതിനോട് ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോഴത്തേക്കും അമ്മ വന്നു. ഞാൻ ഗേറ്റിൽ മുട്ടുന്ന എന്തോ സൗണ്ട് ഇട്ടപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അമ്മയായിരുന്നു. അങ്ങനെ അമ്മ വന്നപ്പോഴാണെങ്കിലോ കുറേ ചോക്ലേറ്റ്. ഇതാ ചോക്ലേറ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്നു. ഉള്ളിൽ കാഷ്യൂ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി കഴിച്ചപ്പോൾ മൊത്തത്തിൽ ഫുൾ ചോക്ലേറ്റ്സും ഒരു സ്വീറ്റ് എല്ലാം കൂടി ആയിട്ട് ഞാൻ അങ്ങ് ഹൈപ്പായി. ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ ഞാൻ ഒരു എരിവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ദോശയും അതേപോലെ തന്നെ പാസ്തയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും അമ്മയും മുകളിൽ പോയിരുന്നു ടി വി ഒക്കെ കണ്ട് അതൊക്കെ കഴിക്കുന്നു. ദോശേൻ്റെ ഉള്ളിൽ മാഗി വെച്ചിട്ടും ഞാൻ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ദോശേൻ്റെ ഉള്ളിൽ പാസ്ത വെച്ചിട്ടും ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കായിരുന്നു. പിന്നെ കുറച്ച് പൈനാപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ടി വി കണ്ടിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു ഉറങ്ങി. എനിക്ക് കോളേജ് കിട്ടുമെന്നതിൻ്റെ ക്ഷീണത്തിൽ നല്ല ഉറങ്ങി. ഒരു 11 ആ ഒരു ടൈമിനാണ് ഞാൻ പിന്നെ എണീക്കുന്നത്. അപ്പം ചേച്ചി ഒരു മുട്ടേൻ്റെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു ദോശ എടുത്ത് അങ്ങനെ കഴിച്ചു. പിന്നെ ഒരു ഡോണറ്റ് ബാക്കിയുണ്ടായിരുന്നു, ചോക്ലേറ്റ് ഡോണറ്റ്. അതെപ്പോഴും കഴിക്കുന്ന ഡോണറ്റാണ്. അപ്പം അതും ഞാൻ പിന്നെ കഴിച്ചു. പിന്നെ അച്ഛനും ഒന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഫുള്ള് ചോക്ലേറ്റ് ആയിപ്പോയി. അപ്പം അതിലേക്ക് ഏറ്റവും ഇഷ്ടം സ്നിക്കേഴ്സ് ആയതുകൊണ്ട് ഞാൻ സ്നിക്കേഴ്സും കഴിച്ചു. പിന്നെ ഇതും കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അപ്പം അന്നത്തെ ഇത്രയേ ഉള്ളൂ. സീ യു ഗൈസ്, ബൈ.